ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7-നകത്ത് ഫാമിലി വീക്ക് ഈ 9-ാമത്തെ ആഴ്ച നടന്നു. എന്തുകൊണ്ടായിരിക്കും ഫാമിലി വീക്ക് ഇത്ര നേരത്തെ നടന്നേ? നമുക്കറിയാം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്ര നേരത്തെ ഫാമിലി വീക്ക് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ ബിഗ് ബോസിനൊരു പക്കാ മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു സീസൺ എടുത്ത് നോക്കിയാൽ അറിയാം, ബിഗ് ബോസിന് ലാഭം ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ കണ്ടന്റുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ ലവ് കോംബോ കാര്യങ്ങളൊക്കെ തീരെ കുറവ് അല്ലേ. ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ വിതറിയിട്ടുള്ള ലവ് കോംബോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു രാജാവ് ഉണ്ടായില്ല, ഒരു രാജ്ഞി ഉണ്ടായിട്ടില്ല അല്ലേ. കണ്ടസ്റ്റൻസ് ഒക്കെ ഏകദേശം അവരുടെ ഗെയിം എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഇട്ട് ഇങ്ങനെ നിന്ന് പോകുന്ന കണ്ടസ്റ്റൻസ് ആണ്. ഞാൻ ഒരിക്കലും ഈ ഒരു സീസൺ വളരെ മോശമാണെന്നൊന്നും പറയില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഒരു എല്ലാവരും മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സീസൺ തന്നെയായിരുന്നു ഇത്. പിന്നെ അതുപോലെ തന്നെ ലേഡീസ് കണ്ടസ്റ്റൻസിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയും. കാരണം എല്ലാ സീസൺസിനകത്തും ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയിട്ടാണ് പലപ്പോഴും കണ്ടസ്റ്റൻസ് എപ്പോഴും മുന്നിലെത്തുക. ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കര റിയൽ ആയിട്ട് തോന്നി കേട്ടോ ഇതിനകത്ത് നിൽക്കുന്ന ഭൂരിഭാഗം ലേഡീസ്, ഭൂരിഭാഗമല്ല എല്ലാവരും. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം പോകുന്നൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു. ആ ഗ്രാഫിനകത്ത് ഒരു മാറ്റം വരുത്താനും ഇവർക്ക് സൺഡേ സാറ്റർഡേ എപ്പിസോഡ്സിൽ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ചിട്ടും പറ്റുന്നില്ല. ഇവർക്കത് ക്ലിക്കാവുന്നില്ല. ഇവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് ഇവർക്ക് പല ആൾക്കാരോടായിട്ടും. അതൊക്കെ ഇതിനകത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇവർ ഗെയിം കളിക്കുന്നില്ല എന്നോ മോശമായിട്ടാണെന്നല്ല പറയുന്നത്. പക്ഷേ അവർക്ക് അവരുടെ ഉള്ളിനകത്തുണ്ടായിരുന്ന ഒരു എനിക്ക് ഈ കപ്പ് നേടണം എന്നുള്ളൊരു സംഭവമില്ലേ, അതങ്ങ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കപ്പിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന, കപ്പിന് വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്ന ആ ഒരു മനോഭാവം ഇവരിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊരു കറക്റ്റ് ഗൈഡൻസ് കിട്ടണം. അതൊരിക്കലും ബിഗ് ബോസിന് അനൗൺസ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവർ വരുമ്പോൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടും. ശരിക്കും പറഞ്ഞാൽ അത് ഈ ആഴ്ച നടത്തിയത് കൊണ്ടിട്ട് ഒരുപാട് ചേഞ്ചസ് ഈ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞ് ഈ ജയിൽ നോമിനേഷനകത്ത് വളരെ വ്യക്തമായിട്ടാണ് ആൾക്കാർ ജയിൽ നോമിനേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ വളരെ പ്രകടമായിട്ട് തന്നെ ഓരോരുത്തരുടെയും ഗെയിമുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അനീഷിൻ്റെ ഗെയിം ആദ്യത്തെ 2 ആഴ്ച അനീഷ് നിറഞ്ഞു നിന്നൊരു ടൈം ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഈ പറയുന്ന ബിഗ് ബോസിനകത്ത്. ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ആ ഒരു സ്ക്രീനിൽ കാണിച്ച് ഇവൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കാണിച്ചതിന് ശേഷം ആളെന്ത് ചെയ്തു, ഗെയിമൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ടായി. പക്ഷേ നമ്മുടെ അനീഷിൻ്റെ അമ്മയും അനിയനും വന്നതിന് ശേഷം അനീഷ് ഗെയിം മാറ്റി. ആദ്യം നീ കളിച്ച കളി തന്നെ കളിക്കാൻ പറഞ്ഞുകൊണ്ട് അനീഷ് ഗെയിം മാറ്റി. പക്ഷെ അനീഷിൻ്റെ ഗെയിം മാറ്റിയപ്പോൾ കുറച്ചൊരു നെഗറ്റീവ് സൈഡിലോട്ട് അനീഷ് പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഷാനവാസും. ഷാനവാസ് അത്യാവശ്യം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള പുറത്ത് ഓക്കെ ആണെന്നുള്ളൊരു ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നു ഷാനവാസിന്. ഷാനവാസോട് ഗെയിം കളിക്കാൻ തുടങ്ങി. പക്ഷെ ഗെയിം കളിച്ചപ്പോൾ അതിനകത്ത് നല്ലതും ചീത്തയും വരാൻ തുടങ്ങി അല്ലേ. ഇനി വരുന്ന ദിവസങ്ങളിൽ മേ ബി ഷാനവാസിൻ്റെ എന്താ പറയുക, ഗ്രാഫ് നല്ല കുത്തനെ മുകളിലോട്ട് പോകും, ചിലപ്പോൾ ഇടിയാനും ചാൻസ് ഉണ്ട്. കാരണം ആളിപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. നെഗറ്റീവും പോസിറ്റീവ് വരുന്നുണ്ട്. അവനും മോള് കറക്റ്റായിട്ട് കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാൻ തുടങ്ങി. ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു, പക്ഷേ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാൻ തുടങ്ങി. താൻ അടുക്കളയിൽ വെച്ചുണ്ടാക്കി എന്താ പറയുക പാകം ചെയ്യാൻ വന്നതല്ല എന്ന് മനസ്സിലാക്കാൻ അനുമോൾക്ക് പറ്റി. താനവിടെ ഗെയിം കളിക്കാനാണ് വന്നേക്കുന്നത് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും അനുവിൻ്റെ മനസ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിനകത്ത് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിനകത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബിഗ് ബോസ് ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ട് നടത്തിയൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡായിരുന്നു ഫാമിലി വീക്ക്. അതിനകത്ത് എസ്പെഷ്യലി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഫാമിലിയിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് 13 കിലോ സാധനമൊക്കെ ആയിട്ട് വന്നവരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ കാര്യം പറയാം, ഇപ്പോൾ 13 കണ്ടസ്റ്റൻസിന് 13 വലിയ ഡയറി മിൽക്ക് കൊണ്ടുവന്നിട്ട് പോലും ഒരു ഡയറി മിൽക്ക് 13 പീസുകൾ വരുന്ന ഒരു ഡയറി മിൽക്കാണ് അവിടെ കൊടുത്തത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്. കാരണം ഈ സീസൺ പകുതി കഴിഞ്ഞിട്ട് പകുതിയിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ടങ്ങ് പോയിട്ടുള്ളൂ. ഇനി ഉണ്ട് ഇതിനകത്ത് ദിവസങ്ങൾ കിടക്കുക മുന്നിൽ. ഇവർക്ക് കൊടുത്തേക്കുന്ന മട്ടൻ ബിരിയാണി അത് കറക്റ്റ് അളവിന് കൊടുത്തേക്കുന്നത്, പീസുകൾ ലാവിഷായിട്ടില്ല. കാരണം എന്താ, ഇവരിപ്പോൾ ആ ഗെയിമിൻ്റെ ഉള്ളിലാണ്. ഇവർക്കിപ്പോഴും അവിടെ നിന്ന് സർവൈവൽ ചെയ്യണം. ഇത് സർവൈവൽ ഗെയിമാണ്.
ആ സമയത്ത് ഇവിടെ ലാവിഷാക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. ഇനി വരുന്ന ആഴ്ച നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാവും. നെഗറ്റീവ് ഓർ പോസിറ്റീവ് എല്ലാവരും ഗെയിമിലോട്ട് ഇന്നായിട്ട് കളിക്കും, ഉറപ്പാണത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ അപ്ഡേഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ആ സബ്സ്ക്രൈബ് ബട്ടൺ പരിഗണിക്കുക കേട്ടോ. അതവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.